ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, പ്രിന്റർ, CCTV എവിടുന്ന് മേടിക്കണം, എവിടെ സർവീസ് ചെയ്യണമെന്ന സംശയത്തിലാണോ? ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ വിശ്വസിച്ച് വാങ്ങുന്നതിനും അതിലും മികച്ച സർവീസിംഗ് ഉറപ്പ് നൽകുന്ന ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഉള്ളപ്പോൾ ഇനി സംശയിക്കാൻ എന്തിരിക്കുന്നു? കൂടാതെ ലാപ്ടോപ്പ് ആക്സസറീസ്, ഡെസ്ക്ടോപ്പ് ആക്സസറീസ്, ബില്ലിംഗ് സോഫ്റ്റ്വെയർ, നെറ്റ്വർക്കിംഗ്, CCTV ഇൻസ്റ്റലേഷൻ, ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ തുടങ്ങിയ എല്ലാം ഗ്രീൻ കമ്പ്യൂട്ടേഴ്സിൽ ലഭ്യമാണ്. ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ്, ഒറ്റപ്പാലം, ശ്രീകൃഷ്ണപുരം. വയനാട് കലക്ട്രേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് പഴയന്നൂർ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. പ്രതിഷേധ മാർച്ചിന്റെ ഉദ്ഘാടനം ബാലകൃഷ്ണൻ നായർ നിർവഹിച്ചു. അബ്ദുള്ള, ഹുസൈൻ പാറക്കൽ, മനോജ്, പ്രദീപ്, ടോമി ജോസഫ്, വിശ്വനാഥൻ, സത്യനാരായണൻ, കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ്, ദളിത് കോൺഗ്രസ്, INTUC പ്രവർത്തകരും പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു. ഈ പ്രതിഷേധ സമരം ഇവിടെ സംഘടിപ്പിച്ചതിൻ്റെ കാരണം ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്നതാണ്. നമ്മളുടെ കുട്ടികൾ വളരെ സൗമ്യമായി വയനാട് കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ അതിനെ വളരെ കേരളത്തിൽ ഇന്നോളം കാണാത്ത രീതിയിൽ നരനായാട്ട് നടത്തുന്ന രീതിയിലാണ് പോലീസ് തല്ലിച്ചതച്ചത്. അതിനെതിരായി ഇന്ന് ഞങ്ങളിവിടെ പഴയന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യൂത്ത് കോൺഗ്രസും ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഞങ്ങളിവിടെ പ്രതിഷേധ പ്രകടനം നടത്തിയിരിക്കുകയാണ്. ഈ പ്രതിഷേധ പ്രകടനം ഒരു സൂചന മാത്രമാണ്. ഇത് പഴയ കോൺഗ്രസ് അല്ല. ഒരു ചെവിടത്തടിച്ചാൽ മറുചെവിട് കാണിച്ചു കൊടുക്കുന്ന കോൺഗ്രസ് അല്ല ഇന്നത്തെ കോൺഗ്രസ്. ഇന്ന് സുധാകരൻ്റെ നേതൃത്വത്തിൽ ചുണക്കുട്ടികളെ കൂടെ പോലെ പെരുമാറുന്ന കോൺഗ്രസ് ആണ് കേരളത്തിലുള്ളത്. ഒരു ചവിടത്തടിച്ചാൽ ഇരു ചവിടും തിരിച്ചടിക്കാൻ പ്രാപ്തിയുള്ള ഈ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും കുട്ടികൾ ഒരു സൂചന മാത്രമാണ് ഇത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രകടനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്. ഇവിടെ നമ്മളിന്ന് പ്രധാനമായും പെട്ടെന്നുണ്ടായ ഈ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് നമ്മുടെ കൂടെ ആളില്ലാത്തത്. എന്ന് വെച്ചാൽ ആളില്ല എന്ന് വെച്ചതുകൊണ്ട് കോൺഗ്രസിൻ്റെ കൂടെ ആളില്ല എന്നുള്ളതല്ല. ഒരു കാരണത്തിലും ഒരു അക്രമത്തിനോ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിലോ തല്ലുവടി ഉണ്ടാക്കാൻ ശീലിച്ചിട്ടില്ലാത്ത ഒരു വിഭാഗമാണ് കോൺഗ്രസ് എന്ന്. അതുകൊണ്ട് കോൺഗ്രസ് നിശ്ചലമാകും, എന്ത് ചെയ്താലും കണ്ടു നിൽക്കുമെന്നുള്ള കാലം മാറി. നേരത്തെ പറഞ്ഞതുമാതിരി തന്നെ മനോജ് പറഞ്ഞതുമാതിരി ഇന്ന് തിരിച്ചടിക്കാനും ഏത് കാര്യത്തിലും തുണയോടുകൂടി മറുപടി പറയാനും കഴിവുള്ള കോൺഗ്രസും യൂത്ത് കോൺഗ്രസുമാണ് ഉള്ളത് കേരളത്തിൽ. ഒപ്പം തന്നെ ഈ പിണറായിയുടെ സർക്കാരിന് ഇത്രയൊക്കെ ആവശ്യമില്ലാത്ത അവരെന്ത് ചെയ്താലും ആ ചെയ്യുന്ന അവരാളുകൾ ചെയ്യുകയാണെങ്കിൽ അത് മുഴുവൻ നല്ല കാര്യങ്ങളും ബാക്കിയുള്ള ആളുകൾ ചെറിയ കരിങ്കൂടി പോലും കാണിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ കലാപത്തിൻ്റെ ആഹ്വാനമായിട്ട് കാണുന്ന പിണറായി നട്ടില്ലാത്ത ഇരട്ടച്ചങ്ക് എന്ന് പറഞ്ഞാൽ ഒറ്റച്ചങ്ക് പോലും കാൽച്ചങ്ക് പോലും ഇല്ലാത്ത ഈ പരനാറിയായിട്ടുള്ള പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രിയുടെ കീഴിലുള്ള പോലീസിന് അവർക്ക് ഒരു കാര്യത്തിൽ ഞങ്ങൾ പോലീസുകാരെ പറ്റി പറയുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ നേതൃത്വം പറയുന്നത് അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി പറയുന്നത് കേൾക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണല്ലോ 48 ദിവസമായിട്ട് ഒരാളെ കൊന്നിട്ട് ആ ആളെ പോലും സംരക്ഷിച്ചുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത എത്രയോ നല്ല കേസുകൾ നടത്തി ആ കേസുകൾ കണ്ടുപിടിച്ച പോലീസാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഒരു കാര്യത്തിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ വന്ന് നമുക്ക് കാണാം എത്രയോ പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്നു. അതിൻ്റെ കാരണം എന്താ? ഇവരുടെ അതിൻ്റെ ജോലി അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഒരു കഴിവുമില്ലാത്ത തീരെ വൃത്തികെട്ട ജനങ്ങളുടെ മുമ്പിൽ ഒരു വിധത്തിലുള്ള വിലയുമില്ലാത്ത ഈ ഒരു നാറിയ ഭരണം, പിണറായി വിജയൻ്റെ നാറിയ ഭരണത്തോട് വെറുത്തിട്ടാണ് ജനങ്ങൾ. അവർക്കൊരു അഹംഭാവമുണ്ട്. രണ്ടാമത് ഭരണം കിട്ടി. ഈ രണ്ടാമതും മൂന്നാമതൊക്കെ ഭരണം കിട്ടിയ സ്ഥലത്തൊന്നും ഇവരില്ലേ? ഇപ്പോൾ ബംഗാളിലൊക്കെ 10-32 കൊല്ലം ഭരിച്ചവരാ, 10-34 കൊല്ലം ത്രിപുരയിൽ ഭരിച്ചു. എന്താ അവർക്കുള്ളത്? ഒന്നുമില്ല. അത് കേരളത്തിൽ അധികം താമസിയാതെ തന്നെ സംഭവിക്കും. ഇങ്ങനൊരു സാധനം കേരളത്തിൽ ഇല്ലാതെ പോകും. ആ ഇല്ലാതെ പോകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അവർക്കുണ്ടാക്കുന്ന സ്വത്തുകൾ മുഴുവൻ ഉണ്ടാക്കി ബാക്കിയുള്ള അവരുടെ പാവങ്ങളായിട്ടുള്ള ആളുകളെ ശല്യപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് എടുക്കുന്ന ഈ ഭരണത്തിന് ഒരു അരുതി വരുന്നവർക്ക് നമുക്കിനി ഒതുങ്ങിയിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പോലീസുകാരുടെ ഈ വിധത്തിലുള്ള പണി അവർ ചെയ്യുമ്പോൾ ഏറ്റവും ചുരുങ്ങിയതെന്ന് ആലോചിക്കേണ്ടത് എന്ത് അക്രമം ചെയ്തിട്ടാണ് നമ്മുടെ ആളുകളെ കൊന്നു തല്ലിയത്. അപ്പം രണ്ട് വിധത്തിൽ ഉപദ്രവിച്ചുകൊണ്ട് ജീവിതയ്ക്കാനാണ് ഒരു വഴിയില്ലാത്ത വിധത്തിൽ മറ്റൊരു വിധത്തിൽ അഭ്യന്തര കൈയാളുന്ന പോലീസിനെക്കുറിച്ചുള്ള ശല്യം ഇതൊരു തുടർച്ച മാത്രമാണ്. ഇതിനൊരു അവസാനം ഉണ്ടാകുന്ന ഒരു നല്ല അവസാനമായിരിക്കും. അന്ന് ഈ ചെയ്യുന്ന ആളുകൾക്കൊക്കെ തിരിച്ചറിയേണ്ടി വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും മെമ്പറായിട്ടുള്ള അബ്ദുള്ള,
ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ, ദളിത് കോൺഗ്രസിൻ്റെ ഭാരവാഹി, ഒപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ ഭാരവാഹികൾ ഇപ്പോൾ